നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ശ്രീമദ് നാരായണീയത്തിലെ ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവുമെന്ന 7-ാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകമാകുന്നു. നമുക്കാദ്യം ശ്ലോകം ശ്രദ്ധിക്കാം. ശാർദൂല വിക്രീഡിത വൃത്തത്തിലാണ് ഈ ദശകത്തിലെ ശ്ലോകങ്ങളെല്ലാം തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുക. യസ്മിന്നാമ ചതുർഭുജാഃ ഹരിമണിശ്യാമാവതാദദ്യുഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാഃ ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദാഃ ദിവ്യന്തി ദിവ്യാജനാഃ തത്തേ ധാമ നിരസ്ഥ സർവശമലം വൈകുണ്ഠരൂപം ജയേത്. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. യസ്മിൻ നാമ ചതുർഭുജാഃ ഹരിമണിശ്യാമാവതാദത്യുഷഃ നാനാഭൂഷണരത്നദീപിതദിശഃ രാജദ്വിമാനാലയഃ ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദാഃ ദിവ്യന്തി ദിവ്യാഃ ജനാഃ തത് തേ ധാമ നിരസ്ഥ സർവശമലം വൈകുണ്ഠരൂപം ജയേത്. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. യസ്മിൻ നാമ ചതുർഭുജാഃ ഹരിമണിശ്യാമാവതാദത്യുഷഃ നാനാഭൂഷണരത്നദീപ്തദിശഃ രാജദ്വിമാനാലയഃ ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദാഃ ദിവ്യാഃ ജനാഃ ദീവ്യന്തി നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം തേ തത് ധാമ ജയേത്. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ആ വൈകുണ്ഠ ലോകത്തിൽ ചതുർഭുജരും ഇന്ദ്രനീലം പോലെ ശ്യാമവും പവിത്രവുമായ ശരീരഭംഗിയുള്ളവരും വിവിധ തരത്തിലുള്ള ആഭരണങ്ങളിലെ രത്നങ്ങളാൽ പ്രകാശിക്കപ്പെട്ട ദിക്കുകളോടെ കാന്തിമത്തായ വിമാനങ്ങളിൽ ഇരിപ്പുറപ്പിച്ചവരും ഭക്തിയാൽ സംസിദ്ധമായ ആ വിധമുള്ള ഉന്നത സ്ഥാനങ്ങളോടുകൂടിയ ദിവ്യ പുരുഷന്മാരാൽ സ്ഥിതി ചെയ്യപ്പെടുന്നതും എല്ലാ പാപങ്ങളെ നശിപ്പിക്കുന്നതും വൈകുണ്ഠ സ്വരൂപവുമായ അങ്ങയുടെ ആ ഉന്നത സ്ഥാനം വിജയിക്കട്ടെ. ഇതാകുന്നു പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം. നമസ്തേ.